ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RCCയിലെ ഷിയർ എന്ന് പറയുന്ന പോർഷനിലെ കോഡൽ പ്രൊവിഷൻസ് ആണ്. അപ്പം നമുക്കറിയാം IS 456-2000 നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ലെവൽ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പം അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഷിയർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓവർസിയർ എക്സാമിന് ഇപ്പോൾ കഴിഞ്ഞ ഓവർസിയർ എക്സാം സെപ്റ്റംബർ 24 എക്സാമിന് വരെ കോഡൽ പ്രൊവിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലെ ഒരു എക്സാമിന് എന്തായാലും കോഡൽ പ്രൊവിഷൻസ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഷിയറിന്റെ കോഡൽ പ്രൊവിഷൻസ് കാണാതെ പഠിക്കുന്നതിനേക്കാൾ ഉപരി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു ഉറപ്പ് തരാം, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഷിയർ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് എന്ത് കോഡൽ പ്രൊവിഷൻ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യും. അത് നമ്മൾ കാണാതെ പഠിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത്. കാര്യം മനസ്സിലാക്കി പ്രൊവിഷൻ പഠിച്ചു കഴിഞ്ഞാൽ അത് എന്നും മനസ്സിൽ നിൽക്കുന്നതാണ്. അപ്പം നമുക്ക് വൈകാതെ തന്നെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സിന്റെ സിലബസ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന്റെ ടെൻഡേറ്റീവ് സിലബസ് പ്രകാരം അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് RCCയും താഴെ സ്റ്റീൽ സ്ട്രക്ചേഴ്സുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ RCCയിൽ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ്റെ ഫിലോസഫീസ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അനാലിസിസ് ഓഫ് റീഇൻഫോഴ്സ്ഡ് റെക്ടാങ്കുലർ ബീംസ്, അതിന്റെ പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഷിയർ സ്ട്രെങ്ത് ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം, അതുപോലെ തന്നെ ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ്. ഇത് രണ്ടുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ ബോണ്ടും ഡെവലപ്മെന്റ് ലെങ്ത്തും പിന്നെ ടോർഷന്റെ കാര്യവും കൂടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഷിയർ സ്ട്രെങ്ത് ഓഫ് RC ബീമും ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെന്റുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. ഷിയറിനകത്ത് ആദ്യം നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീംസിനെ സംബന്ധിച്ച് ബെൻഡിങ് നടക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഷിയറും നടക്കാറുണ്ട്. അപ്പൊ അതിന്റെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആണ്, നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. എന്നിരുന്നാൽ കൂടി എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് കൺഫേർഡ് ദ ഫോളോയിങ് 3 ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഫെയിലിയർ ഡ്യൂ ടു ദ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഗിവൺ സെക്ഷൻ. ഒരു ഗിവൺ സെക്ഷനിൽ നമ്മുടെ ഷിയർ ഫോഴ്സിന്റെയും അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റിന്റെയും കോമ്പിനേഷൻ കാരണം മേജർലി 3 മോഡ്സ് ഓഫ് ഫെയിലിയർ ആണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ മോഡ്സ് ഓഫ് ഫെയിലിയർ എന്താണെന്നും അത് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകണമെന്നും അത് എന്ത് കാരണമാണ്, ഷിയർ ഫോഴ്സ് കാരണമാണോ ബെൻഡിങ് മൊമെന്റ് കാരണമാണോ ആ ഫെയിലിയർ ഉള്ളത് എന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് ആ 3 മോഡ്സ് ഓഫ് ഫെയിലിയേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ വെബ് ഷിയർ ആണ്. വെബ് ഷിയറിന്റെ വേറൊരു പേരാണ് ഡയഗണൽ ടെൻഷൻ ഫെയിലിയർ. പേരിൽ തന്നെ ഉണ്ട്, ഇറ്റ് ഇസ് വെബ് ഷിയർ. അതിന് എന്താണ് പറയുന്നത്, വെബ് ഷിയർ എന്നും പറയാറുണ്ട്, ഡയഗണൽ ടെൻഷൻ ഫെയിലിയർ എന്നും പറയാറുണ്ട്. ഇത് ഉണ്ടാവുന്നത് ഡ്യൂ ടു ലാർജ് ഷിയർ ഫോഴ്സ് ആൻഡ് ലെസ് ബെൻഡിങ് മൊമെന്റ്. വളരെ വലിയ ഷിയർ ഫോഴ്സും അതുപോലെ തന്നെ കുറഞ്ഞ ബെൻഡിങ് മൊമെന്റും കാരണമാണ് വെബ് ഷിയർ അല്ലെങ്കിൽ ഡയഗണൽ ടെൻഷൻ ഫെയിലിയർ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസസ് ക്രാക്ക് വിച്ച് പ്രോഗ്രസ് അറ്റ് 45 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. നിങ്ങൾക്ക് ഈ ഫിഗറിനകത്ത് കാണാൻ പറ്റും, ഈ ഫിഗറിൽ കാണുന്നത് പോലെ ക്രാക്കുകൾ ഡെവലപ്പ് ചെയ്യും. ആ ക്രാക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൊറിസോണ്ടലുമായിട്ട് 45 ഡിഗ്രി ആയിരിക്കും ഈ ക്രാക്ക് മേക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഫെയിലിയറിനെയാണ് നമ്മൾ ഡയഗണൽ ടെൻഷൻ ഫെയിലിയർ അഥവാ വെബ് ഷിയർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർക്കുക, ഡ്യൂ ടു ലാർജ് ഷിയർ ഫോഴ്സ് ആൻഡ് ലെസ് ബെൻഡിങ് മൊമെന്റ് കാരണമാണ് വെബ് ഷിയർ അല്ലെങ്കിൽ ഡയഗണൽ ടെൻഷൻ ഫെയിലിയർ ഉണ്ടാവുന്നത്. അടുത്ത രണ്ടാമത്തെ മോഡ് ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സുറൽ ഷിയർ ഫെയിലിയർ ആണ്. പേരിൽ തന്നെ ഉണ്ട്, ഫ്ലെക്സുറൽ ഷിയർ ഫെയിലിയർ ആണ്. അപ്പൊ അവിടെ എന്തായിരിക്കും കൂടുതലുള്ളത്, ബെൻഡിങ് മൊമെന്റ് ആണ് കൂടുതലായിട്ടുള്ള. ലാർജ് ബെൻഡിങ് മൊമെന്റും ലെസ് ഷിയർ ഫോഴ്സും ഉള്ള കേസിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലെക്സുറൽ ഷിയർ ഫെയിലിയർ. ഇതിന്റെ പ്രത്യേകത ക്രാക്സ് ആർ അറ്റ് 90 ഡിഗ്രി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് കേസായ ഡയഗണൽ ടെൻഷൻ ഫെയിലിയറിൽ ക്രാക്ക് എത്ര ഡിഗ്രിയിലായിരുന്നു, 45 ഡിഗ്രിയിലായിരുന്നു. ഇവിടെ എത്ര ഡിഗ്രിയിലാണ് ക്രാക്ക്, 90 ഡിഗ്രിയിലാണ്. പിന്നെ ഒരു കാര്യം ഓർക്കാനുള്ളത്, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലെക്സുറൽ ടെൻഷൻ ഷിയറിലാണ് നമ്മുടെ സ്റ്റീല് ഈൽഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്റ്റീൽ ഈൽഡ് ചെയ്യുന്ന ഏത് മോഡ് ഓഫ് ഫെയിലിയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫ്ലെക്സുറൽ ഷിയർ ഫെയിലിയർ ഓപ്ഷനിൽ കാണും, അല്ലെങ്കിൽ ഫ്ലെക്സുറൽ ടെൻഷൻ ഷിയർ എന്ന ഓപ്ഷനിൽ കാണും. ഓക്കെ, അപ്പം ഇതാണ് സെക്കൻഡ് മോഡ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത്. അത് ഫ്ലെക്സുറൽ ഷിയർ ഫെയിലിയർ ആണ്. Coming to the last and final mode of failure, അതെന്ന് പറഞ്ഞാൽ ഡയഗണൽ കംപ്രഷൻ ഫെയിലിയർ ആണ്. നമ്മൾ ആദ്യമേ ഡയഗണൽ ടെൻഷൻ ഫെയിലിയർ പറഞ്ഞു കഴിഞ്ഞു, അതുപോലെ തന്നെ ഉള്ളതാണ് ഡയഗണൽ
കംപ്രഷൻ ഫെയിലിയർ എന്ന് പറയുന്നത്. ഇതും എന്ത് കാരണമാണ് ഉണ്ടാവുന്നത്? ഒക്കേഴ്സ് അണ്ടർ ലാർജ് ഷിയർ ഫോഴ്സ്. വളരെ വലിയ ഷിയർ ഫോഴ്സ് കാരണമാണ് ഡയഗണൽ കംപ്രഷൻ ഫെയിലിയർ ഉണ്ടാവുന്നത്. കംപ്രഷൻ എന്നുള്ള വേർഡ് ഉണ്ടായത് കൊണ്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും കോൺക്രീറ്റ് ക്രഷസ് ഇൻ കംപ്രഷൻ. ഡയഗണൽ കംപ്രഷൻ ഫെയിലിയറിൽ കോൺക്രീറ്റിന് എന്താണ് സംഭവിക്കുന്നത്? കോൺക്രീറ്റ് ക്രഷ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഇതാണ് ഫ്ലെക്സുറൽ കംപ്രഷന്റെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പ്രത്യേകത എന്താണ്? കോൺക്രീറ്റ് ക്രഷസ് ഇൻ കംപ്രഷൻ, അത് ഓർത്ത് വെക്കുക. അപ്പൊ സ്റ്റീൽ ഈൽഡ് ചെയ്യുന്നത് ഫ്ലെക്സുറൽ ഷിയർ ഫെയിലിയർ അല്ലെങ്കിൽ ഫ്ലെക്സുറൽ ടെൻഷൻ ഷിയറിലാണ് ഈൽഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോൺക്രീറ്റ് ക്രഷ് ചെയ്യുന്നത് ഡയഗണൽ കംപ്രഷൻ ഫെയിലിയറിലാണ്. അപ്പൊ ഇത് രണ്ടും മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ 3 മോഡ് ഓഫ് ഫെയിലിയർ. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, നമ്മൾ ബിടെക്കിന് തന്നെ ഇതിന്റെ ഡീറ്റെയിലേക്ക് പോവാറില്ല. അപ്പൊ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ, ഈ 3 മോഡ് ഓഫ് ഫെയിലിയർ ഉണ്ടെന്നും ഇത് മൂന്നും എങ്ങനെയാണ്, അപ്പൊ ഈ ഷിയർ ഫോഴ്സ് കാരണമാണോ, ബെൻഡിങ് മൊമെന്റ് കാരണമാണോ, പിന്നെ ആ ക്രാക്കിന്റെ നേച്ചർ, പിന്നെ സ്റ്റീൽ ഈൽഡ് ചെയ്യുന്ന കാര്യം, കോൺക്രീറ്റ് ക്രഷ് ചെയ്യുന്ന കാര്യം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മോഡ് ഓഫ് ഫെയിലിയറിനകത്ത് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇത് ആക്ച്വലി നമ്മൾ ഡയഗണൽ ടെൻഷൻ ഫെയിലിയറിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട ഫിഗർ ആണ്. അപ്പൊ ഇതൊരു ജപ്പാനിൽ ഉണ്ടായ ഒരു എർത്ത്ക്വേക്കിന്റെ പരിണാമ ഫലമായി ഉണ്ടായ ഒരു ഇതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, അടുത്ത ഒരു മെമ്പറിൽ ഷിയർ വരുവാണെങ്കിൽ, ഇപ്പോൾ ഒരു റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് മെമ്പർ ഇങ്ങനെയുണ്ട്. ഈ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് മെമ്പറിന്റെ പുറത്ത് ഷിയർ വരുമ്പോഴത്തേക്ക് ഈ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ആരൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതാണ് ഒരു മെമ്പർ. ഈ മെമ്പറിന്റെ മുകൾ ഭാഗത്ത് ഇവിടെയായിട്ട് ഒരു ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഷിയർ ഫോഴ്സ് ഞാൻ ആക്ട് ചെയ്യാണ്, ഇവിടെ ഇങ്ങനെ. ഓക്കെ, ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യാണ്. ഈ ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഈ 3 ആൾക്കാരാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഈ ഷിയർ ഫോഴ്സ് പോകുന്ന ഈ ഭാഗത്തുള്ള അഗ്രിഗേറ്റ് ഇന്റർലോക്കിംഗ് കോൺക്രീറ്റിൽ ഉണ്ടാവുന്ന അഗ്രിഗേറ്റ്, രണ്ടാമത്തെ അൺക്രാക്ട് കോൺക്രീറ്റിന്റെ കംപ്രഷൻ റീജിയനിലുള്ള ക്രാക്ക് സംഭവിക്കാത്ത കോൺക്രീറ്റ്, ആൻഡ് മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ആക്ടിങ് അക്രോസ് ദ ലോങ്ജിറ്റ്യൂഡിനൽ സ്റ്റീൽ ബാർ. ലോങ്ജിറ്റ്യൂഡിനൽ സ്റ്റീൽ ബാർ നമ്മളിവിടെ കാണിച്ചിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലോങ്ജിറ്റ്യൂഡിനൽ സ്റ്റീൽ ബാർസിന് അക്രോസ് ആയിട്ട് ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഷിയർ ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡബിൾ ഫോഴ്സ്. ഇവിടെ ഡബിൾ ഫോഴ്സ് എന്നുള്ള ടേം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈ 3 നമ്മുടെ സ്ട്രക്ചറിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആരൊക്കെയാണ്? അഗ്രിഗേറ്റ് ഇന്റർലോക്കിംഗ് ഉണ്ട്, രണ്ടാമത്തത് കംപ്രഷൻ റീജിയനിലുള്ള അൺക്രാക്ഡ് കോൺക്രീറ്റ്, അതായത് ഇവിടെ എവിടെയെങ്കിലും കോൺക്രീറ്റിന്റെ ഭാഗത്ത് ഇവിടെ കംപ്രഷൻ റീജിയനിലുള്ള അൺക്രാക്ഡ് കോൺക്രീറ്റ്, ആൻഡ് മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ആക്ടിങ് അക്രോസ് ദ ലോങ്ജിറ്റ്യൂഡിനൽ സ്റ്റീൽ ബാർ. അതായത് ലോങ്ജിറ്റ്യൂഡിനൽ സ്റ്റീൽ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് വൈസ്, ലോങ്ജിറ്റ്യൂഡിനൽ എന്ന് പറയുമ്പോഴേതാണ് അലോങ് ദ ലെങ്ത്തിൽ ഉള്ള സ്റ്റീൽ ബാർസിലൂടെ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ്, അതിനെ പറയുന്ന പേരാണ് ഡബിൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ഷിയർ ഫോഴ്സ് ആക്ടിങ് അക്രോസ് ലോങ്ജിറ്റ്യൂഡിനൽ സ്റ്റീൽ ബാർസ്, അതായത് ഡബിൾ ഫോഴ്സ്. ഇത് മൂന്നുമാണ് നമ്മുടെ സ്ട്രക്ചറിനെ പുറത്ത് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വരുന്ന ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഡബിൾ ഫോഴ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ബാക്കി രണ്ടും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് മെമ്പറിന്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ന്യൂട്രൽ ആക്സസ് ഇതാണെങ്കിൽ ന്യൂട്രൽ ആക്സസിന്റെ മുകൾ ഭാഗത്ത് ഒരു പാരാബോളിക് ഷേപ്പും അതുപോലെ തന്നെ ന്യൂട്രൽ ആക്സസിന്റെ താഴെ റെക്ടാംഗിളുമാണ് അല്ലെ. റെക്ടാംഗുലർ ഡിസ്ട്രിബ്യൂഷൻ ബിലോ ന്യൂട്രൽ ആക്സസും ന്യൂട്രൽ ആക്സസിന്റെ മുകൾ ഭാഗത്ത് ഒരു പാരാബോളിക് ഡിസ്ട്രിബ്യൂഷനുമാണ് കാണാൻ കഴിയുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ഇവിടെ 1 എന്ന് പറയുന്ന ലൈൻ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷനും ഈ ഡോട്ടഡ് ലൈൻ ഇട്ട് കാണിച്ചിരിക്കുന്ന ആവറേജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ അതിനകത്തില്ല ഈ ജസ്റ്റ് ഈ താഴത്തെ പോർഷൻ കണ്ടോ, ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ് അഥവാ റെക്ടാംഗുലർ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. അതായത് നമ്മുടെ ഒരു റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് മെമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ബിലോ ദ ന്യൂട്രൽ ആക്സസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. എവിടം വരെ? ഇതെന്താണ്? ഇത് നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് ആണ്, മെയിൻ റീഇൻഫോഴ്സ്മെന്റിന്റെ ഇവിടം വരെ. ദാറ്റ് മീൻസ് ന്യൂട്രൽ ആക്സസിന്റെ താഴെ എഫക്റ്റീവ് ഡെപ്ത് തീരുന്നിടം വരെ എന്താണ് നമ്മുടെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. അത് കോഡിലുള്ള പ്രൊവിഷൻ ആണ്, അതുകൊണ്ട് അത് ഓർത്ത് വെക്കുക. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് മെമ്പറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ന്യൂട്രൽ ആക്സസിന്റെ മുകളിൽ പാരാബോളിക് ഡിസ്ട്രിബ്യൂഷനും ന്യൂട്രൽ ആക്സസിന്റെ താഴെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ് ടു എവിടെ? അപ് ടു എഫക്റ്റീവ് ഡെപ്ത് വരെ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ വീണ്ടും പറയാം, അപ്പൊ ഈ ഫിഗർ കാണിക്കത്തില്ല. അപ്പൊ ഇത്രയും ഓർത്താൽ മതി. ന്യൂട്രൽ ആക്സസിന്റെ താഴെ ഇറ്റ് വിൽ ബി എ റെക്ടാംഗുലർ ഡിസ്ട്രിബ്യൂഷൻ,
അപ് ടു എഫക്റ്റീവ് ഡെപ്ത്. എഫക്റ്റീവ് ഡെപ്ത് വരെ റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ടെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ പുറത്ത് UDL ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എങ്ങനെയായിരിക്കും ഷേപ്പ്? പാരാബോളിക് ആയിരിക്കും ഷേപ്പ്. എൻഡ് എയും ബിയും ആണ്. സെന്ററിലായിരിക്കും മാക്സിമം വരുന്നത്. പാരാബോളിക് ഷേപ്പ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി കമ്മിങ് ടു ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡിൽ മാക്സിമം വരും, സെന്റർ സിയിൽ എത്ര വരും? 0യും വരും. അങ്ങനെയാണ് ഷേപ്പ് വരുന്നത് അല്ലെ. ഇതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഷിയർ റീഇൻഫോഴ്സ്മെന്റിന്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. അതായത് ഈ എൻഡിൽ Vmax വരും, ഇവിടെയും Vmax വരും. ഇവിടെ എന്താണ്? Mmax വരും അല്ലെ. ബെൻഡിങ് മൊമെന്റിന്റെ മാക്സിമം വരും. അതായത് സെന്ററിൽ 0 ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തില് സപ്പോർട്ടിലെ മാക്സിമം ഷിയർ ഫോഴ്സും പിന്നീട് അങ്ങോട്ട് സെന്ററിലേക്ക് പോകെ ഈ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ കുറഞ്ഞും വരും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയർ റീഇൻഫോഴ്സ്മെന്റിന്റെ സ്പേസിങ്ങിനെ കുറിച്ചിട്ട് ചോദിക്കും. ഷിയർ റീഇൻഫോഴ്സ്മെന്റിന്റെ സ്പേസിങ്ങിനെ കുറിച്ചിട്ട് ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം വരാറുണ്ട്. അതായത് ഷിയർ സ്പേസിങ്ങിനെ കുറിച്ചിട്ടാണ്. അതായത് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് സ്പേസിങ് ഏറ്റവും കൂടുതൽ എവിടെയാണ് കൊടുക്കാറ്, അതുപോലെ തന്നെ ഷിയർ റീഇൻഫോഴ്സ്മെന്റിന്റെ സ്പേസിങ് ഏറ്റവും കുറവ് എവിടെയാണ് കൊടുക്കാറുള്ളത്. അപ്പൊ ആദ്യമേ നമുക്ക് ക്ലോസ്ലി സ്പേസ്ഡ് എവിടെയാണെന്ന് നോക്കാം. അതായത് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ക്ലോസ് ആയിട്ട് സ്പേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കാം. എവിടെയാണ് ഏറ്റവും കൂടുതൽ ഷിയർ നമുക്ക് റെസിസ്റ്റ് ചെയ്യേണ്ടത്? സപ്പോർട്ടുകളിലാണ്. അപ്പം നിയർ ദ സപ്പോർട്ട് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്? അടുത്തടുത്ത്, അതായത് ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ട് കൊടുക്കും. എവിടെയാണ്? സപ്പോർട്ടുകളിൽ. ഓക്കെ, ഇനി നേരെ മറിച്ച് സെന്ററിലാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്? സെന്ററിൽ നമ്മുടെ ഷിയർ ഫോഴ്സ് വളരെ കുറവാണ്, 0 ആണ്. അടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഷിയർ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യേണ്ടത് വളരെ കുറവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ സ്പേസിങ് എന്തായിരിക്കും? സ്പേസിങ് വിൽ ബി മോർ. എവിടെയായിരിക്കും? അറ്റ് ദ സെന്റർ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഷിയർ റീഇൻഫോഴ്സ്മെന്റിന്റെ കേസിൽ ഷിയർ റീഇൻഫോഴ്സ്മെന്റ്സ് ആർ പ്ലേസ്ഡ് ക്ലോസ്ലി അറ്റ് ദ സപ്പോർട്ട്. ക്ലോസ് ആയിട്ട് സ്പേസ് ചെയ്ത് കൊടുക്കുന്നത് എവിടെയാണ്? സപ്പോർട്ടുകളിലാണ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ്. അതേപോലെ സ്പേസിങ് കൂടുതലായിട്ട്, അതായത് വളരെ കൂടുതൽ സ്പേസിങ്ങോട് കൂടി എവിടെയാണ് കൊടുക്കുന്നത്? സെന്ററിലാണ് കൊടുക്കുന്നത്. അതിന് കാര്യം എന്താണ്? നമ്മുടെ സിംപ്ലി സപ്പോർട്ട് ബീം എടുക്കുമ്പോഴത്തേക്ക് മാക്സിമം ഷിയർ ഫോഴ്സ് വരുന്നത് സപ്പോർട്ടുകളിലും സെന്ററിൽ ഏറ്റവും കുറവുമാണ് വരുന്നത്. അതുകൊണ്ട് സെന്ററിൽ കുറവ് ഷിയർ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ അവിടെ റീഇൻഫോഴ്സ്മെന്റ് ഒരുപാട് സ്പേസിംഗിൽ കൊടുക്കും, സപ്പോർട്ടുകളിൽ സ്പേസിംഗ് വളരെ കുറവും കൊടുക്കും. കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാര്യം വെച്ചാൽ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് സ്പേസിങ്ങിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഷിയർ റീഇൻഫോഴ്സ്മെന്റ് സ്പേസിംഗ് കുറവ് കൊടുക്കുന്നത് സപ്പോർട്ടിലും കൂടുതൽ കൊടുക്കുന്നത് സെന്ററിൽ. ഇതിന്റെ കൺസെപ്റ്റ് ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് IS കോഡ് റെക്കമെൻഡേഷൻസ് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ബിലോ ന്യൂട്രൽ ആക്സിസ് ഇസ് അസ്യൂംഡ് ടു ബി കോൺസ്റ്റന്റ് അപ് ടു എഫക്റ്റീവ് ഡെപ്ത് D due to the ineffectiveness of concrete in the tension zone. നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു അല്ലേ, ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചതാണ്. ന്യൂട്രൽ ആക്സിസ് ഉണ്ടെങ്കിൽ ന്യൂട്രൽ ആക്സിസിന്റെ മുകൾ ഭാഗത്തിൽ എങ്ങനെയാണ്? പാരാബോളിക് ഡിസ്ട്രിബ്യൂഷനും താഴെ ഭാഗത്ത് എങ്ങനെയാണ്? റെക്ടാംഗിളും ആണെന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് കോൺസ്റ്റന്റ് അല്ലെ. കോൺസ്റ്റന്റ് ആണ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ് ടു എവിടം വരാന്നൊക്കെ ഞാൻ കഴിഞ്ഞ ഫിഗറിൽ കാണിച്ചു തന്നായിരുന്നു. അപ് ടു എഫക്റ്റീവ് ഡെപ്ത് സ്മോൾ d വരെ, അതായത് റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്റർ വരെ നമ്മൾ റെക്ടാംഗുലർ ബീം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്റർ വരെ, അതായത് എഫക്റ്റീവ് ഡെപ്ത് വരെ ന്യൂട്രൽ ആക്സിസിന്റെ താഴെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ഇൻഎഫക്റ്റീവ്നെസ് ഓഫ് ദ കോൺക്രീറ്റ് ഇൻ ദ ടെൻഷൻ സോൺ. ടെൻഷൻ സോണിൽ കോൺക്രീറ്റിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ബിലോ ദ ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. എവിടം വരെ? എഫക്റ്റീവ് ഡെപ്ത് വരെ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് അല്ല. സെക്കൻഡ് പോയിന്റ് നോക്കാം. സർക്കുലർ സെക്ഷൻ ഇസ് ദ ബെസ്റ്റ് ഇൻ ക്യാരിങ് ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് ക്യാരി ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? സർക്കുലർ സെക്ഷൻ ആണ്. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ഇസ് അസ്യൂംഡ് ടു ബി കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ ഡെപ്ത് ഓഫ് ദ സെക്ഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ മൊത്തം സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷന്റെ ഡെപ്തിന് ത്രൂ ഔട്ട് എന്ത് കോൺസ്റ്റന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഷിയർ സ്ട്രെസ്. അപ്പൊ നമ്മൾ ഷിയർ സ്ട്രെസ് ടോ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ സെക്ഷൻ എന്ന് പറഞ്ഞാൽ B into D. B വിഡ്ത്തും D ഡെപ്തും ആണ്. ഇതാണ് നമ്മുടെ ഷിയർ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഈ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഡെപ്ത് ഓഫ് ദ സെക്ഷൻ കോൺസ്റ്റന്റ് ആണെന്നാണ്
IS കോഡ് പ്രകാരം പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ആസ് പെർ IS കോഡ് the beam can be designed for maximum shear force or for maximum shear force at the critical section. IS കോഡ് പ്രകാരം നമ്മുടെ ബീം ഡിസൈൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ മാക്സിമം ഷിയർ ഫോഴ്സിന് വേണ്ടിയിട്ട്, can be designed for maximum shear force, അല്ലെങ്കിൽ or for maximum shear force at the critical section. ഒന്നെങ്കിൽ മാക്സിമം ഷിയർ ഫോഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്യാം, അതല്ലെങ്കിൽ ക്രിട്ടിക്കൽ സെക്ഷനിലുള്ള മാക്സിമം ഷിയർ ഫോഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇനി എന്താണ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ തൊട്ട് മുന്നത്തെ പോയിന്റിൽ പറഞ്ഞതേ ഉള്ളൂ, ഒന്നെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം ഷിയർ ഫോഴ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാം, അതല്ലെങ്കിൽ ക്രിട്ടിക്കൽ സെക്ഷനിലുള്ള മാക്സിമം ഷിയർ ഫോഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ സെക്ഷൻ എന്താണെന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ആസ് പെർ IS 456 ക്രിട്ടിക്കൽ സെക്ഷൻ ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് സ്മോൾ d ഫ്രം ദ ഫേസ് ഓഫ് ദ സപ്പോർട്ട്. ഇത് സപ്പോർട്ട് ആണെങ്കിൽ ആ സപ്പോർട്ടിന്റെ ഫേസിൽ നിന്ന് സ്മോൾ d, അതായത് എഫക്റ്റീവ് ഡെപ്ത് ഡിസ്റ്റൻസ് മാറിയുള്ള സെക്ഷനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. ക്രിട്ടിക്കൽ സെക്ഷൻ ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എത്രയാണ്, സ്മോൾ d, അഥവാ എഫക്റ്റീവ് ഡെപ്ത് ഡിസ്റ്റൻസ് ഫ്രം ദ ഫേസ് ഓഫ് ദ സപ്പോർട്ട് മാറിയാണ് എന്തുള്ളത്, നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ക്രിട്ടിക്കൽ സെക്ഷനിലുള്ള മാക്സിമം ഷിയർ ഫോഴ്സിനോ അതല്ലെങ്കിൽ നമ്മുടെ സെക്ഷൻ ഒന്നടങ്കമുള്ള മാക്സിമം ഷിയർ ഫോഴ്സിനോ വേണ്ടി നമുക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത്, കോൺക്രീറ്റ് ബീംസ് ആർ എക്സ്പെക്ടഡ് ടു ക്രാക്ക് ഇൻ ഫെയിലിയർ വിത്ത് ക്രാക്സ് ഫോമിംഗ് പെർപെൻഡിക്കുലർ ടു ദ ലോങ്ജിറ്റ്യൂഡിനൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ്. അടുത്ത പോയിന്റ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. കോൺക്രീറ്റ് ബീംസ് എപ്പോഴും ഫെയിലിയർ ഉണ്ടാവുന്നത് ക്രാക്ക് വെച്ചിട്ടാണ്, ക്രാക്സ് ഫോം ചെയ്താണ്. ക്രാക്ക് എങ്ങനെയാണ്, ക്രാക്കിന്റെ നേച്ചർ, ദേ ആർ ഫോം പെർപെൻഡിക്കുലർ ടു ദ ലോങ്ജിറ്റ്യൂഡിനൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ്. ലോങ്ജിറ്റ്യൂഡിനൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ക്രാക്ക് ഫോം ചെയ്താണ് കോൺക്രീറ്റ് ബീംസ് എപ്പോഴും ഫെയിൽ ആവുക. ഓക്കെ, ഇനി നമുക്ക് ഡിസൈനിലേക്ക് കടക്കുന്ന ഷിയറിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് ബേസിക് ടേംസ് ഒന്ന് പഠിക്കാം. ആദ്യത്തെന്ന് പറഞ്ഞാൽ നോമിനൽ ഷിയർ സ്ട്രെസ് ആണ്. അതായത് നോമിനൽ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ആവറേജ് ഷിയർ സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോമിനൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ നോമിനൽ ഷിയർ സ്ട്രെസ്സിനെ നമ്മൾ ടോ വി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് എന്ത്, നമ്മുടെ നോമിനൽ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. നോമിനൽ ഷിയർ സ്ട്രെസ് ഇസ് ദ ആവറേജ് ഷിയർ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ സെക്ഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, RC എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, അതിനെ നമ്മൾ ടോ സി എന്ന് represent ചെയ്യും. അതായത് recent laboratory experiments confirm that reinforced concrete in beams has shear strength even without any shear reinforcement. അതായത് നമ്മുടെ കോൺക്രീറ്റിന് ആസ് സച്ച് നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഒന്നും കൊടുത്തില്ലെങ്കിൽ കൂടി കുറച്ചൊരു ഷിയർ സ്ട്രെങ്ത് ഉണ്ടെന്നാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് അഥവാ ടൗ സി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാതെ തന്നെയുള്ള കോൺക്രീറ്റിന്റെ ഷിയർ സ്ട്രെങ്തിനെയാണ് നമ്മൾ ടൗ സി അഥവാ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ദിസ് ഷിയർ സ്ട്രെങ്ത് ടൗ സി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് ദ പെർസെന്റേജ് ഓഫ് ടെൻസൈൽ സ്റ്റീൽ ഇൻ ബീംസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ടൗ സി എന്ന് പറയുന്നത്, അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാതെ തന്നെ കോൺക്രീറ്റിനുള്ള ഷിയർ സ്ട്രെങ്ത്, ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള സ്ട്രെങ്തിനെയാണ് നമ്മൾ ടൗ സി അഥവാ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ഓഫ് ടെൻഷൻ സ്റ്റീൽ ഇൻ ബീംസ്, ബീംസിൽ കൊടുക്കുന്ന ടെൻഷൻ സ്റ്റീലിന്റെ പെർസെന്റേജ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. അപ്പൊ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് തരാം ഓപ്ഷനകത്ത്, ടെൻഷൻ സ്റ്റീൽ തരാം, ബോത്ത് എ ആൻഡ് ബി തരാം, അതല്ലെങ്കിൽ നൺ ഓഫ് ദീസ്, അങ്ങനെയൊക്കെ പറഞ്ഞു തരാം. അപ്പൊ ഇത് ഓർത്ത് വെക്കുക, ഇത് തിരിഞ്ഞു പോകരുത്. ഇനി നമ്മൾ അടുത്ത കാര്യം ടൗ സി മാക്സ് പറയുമ്പോൾ തിരിഞ്ഞു പോകരുത്. അപ്പൊ ടൗ സി എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ഏതാണ്, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റും രണ്ടാമത്തത് പെർസെന്റേജ് ഓഫ് ടെൻഷൻ സ്റ്റീൽ ഇൻ ബീംസും ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ടേബിൾ 19 ഓഫ് IS 456 പ്രകാരമാണ് നമുക്ക് നമ്മുടെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റും അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റും വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നമ്മുടെ ടൗ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ടേബിൾ അനുസരിച്ച് 100 AST/BD, അതായത് ഇതാണ് നമ്മുടെ പെർസെന്റേജ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ്. M20, 25, 30, 35, 40 ആൻഡ് എബവ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് വാല്യൂസും വെച്ചിട്ട് നമുക്ക് ഇന്റർപോളേറ്റ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കാം, ടൗ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ടൗ സി ഡിപ്പെൻഡ്സ് അപ്പോൺ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ ഓർത്ത് ഈ ടേബിൾ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന
ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് മാത്രം പഠിക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ആണ്. അതായത് നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് എത്ര സ്ട്രെസ് ക്യാരി ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അതിന് മുന്നേ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ 2 പോയിന്റ് നമ്മുടെ ടെർമിനോളജീസ് ഒന്ന് ഓർത്തെടുക്കുകയാണ്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ ഷിയർ സ്ട്രെസ് ആയിരുന്നു അല്ലെ. നോമിനൽ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ സ്ട്രക്ചറിൽ മൊത്തം ആക്ട് ചെയ്യുന്ന എന്താണ് ആവറേജ് സ്ട്രെസ് ആണ് ടൗ വി ഇസ് ഈക്വൽ ടു വി ബൈ ബി ഡി എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ ഇതിൽ നിന്ന് നോമിനൽ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുകയാണ്. നോമിനൽ ഷിയർ ഫോഴ്സ് എങ്ങനെ കിട്ടും? വി ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ടൗ വി ഇൻറ്റു ബി ഇൻറ്റു ഡി കിട്ടി. ഓക്കെ, ഇത് ഞാൻ 1 ആയിട്ട് മാർക്ക് ചെയ്യാണ്. ഇനി അടുത്ത രണ്ടാമത് നമ്മൾ പഠിച്ച എന്താണ്? ടൗ സി ആണ്. അതായത് ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. റീഇൻഫോഴ്സ്മെന്റ് ഒന്നും ഇല്ലാതെ നമ്മുടെ കോൺക്രീറ്റിനുള്ള ഷിയർ സ്ട്രെങ്ത്, അതായത് ടൗ സി ആണ് നമ്മൾ രണ്ടാമത് പഠിച്ചത്. ഓക്കെ, ഇനി ടൗ സി നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് അറിയാം, ടൗ സി നമുക്ക് നമ്മുടെ ടേബിളിൽ നിന്ന് കിട്ടും. ഇനി ഞാൻ അടുത്ത എഴുതാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് റെസിസ്റ്റഡ് ബൈ കോൺക്രീറ്റ്. അതായത് കോൺക്രീറ്റിന് എത്ര ഷിയർ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, അതായത് വി സി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. കോൺക്രീറ്റ് ആൻഡ് ഇസ് ഈക്വൽ ടു ടൗ സി ഇൻറ്റു ബി ഡി. എന്താണ്? സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് കിട്ടുമല്ലോ, ആ കൺസെപ്റ്റ് തന്നെയുള്ളൂ. ഇതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ എന്താണ് നോമിനൽ ഷിയർ ഫോഴ്സ്? അതായത് എനിക്കൊരു സ്ട്രക്ചർ ഉണ്ടെന്ന് വെച്ചോ, ആ സ്ട്രക്ചറിന്റെ പുറത്ത് ഒരു ഷിയർ ഫോഴ്സ് വി ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, കോൺക്രീറ്റ് സ്ട്രക്ചർ ആണല്ലോ, ഈ കോൺക്രീറ്റിന് ആസ് സച്ച് കുറച്ച് ഷിയർ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് ഈ വിയുടെ ഒരു ഭാഗമായ വി സി, അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഷിയർ ഫോഴ്സ് റെസിസ്റ്റഡ് ബൈ കോൺക്രീറ്റ്, കുറച്ച് ഭാഗം ആര് ബെയർ ചെയ്തോളും? റീഇൻഫോഴ്സ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ കോൺക്രീറ്റ് ബെയർ ചെയ്തോളും അല്ലെ. അപ്പൊ മൊത്തമുള്ള ഷിയർ ഫോഴ്സിന്റെ ഒരു ഭാഗമായ വി സി എന്ന് പറയുന്നത് ആരാണ് ബെയർ ചെയ്യുന്നത്? കോൺക്രീറ്റ്. റീഇൻഫോഴ്സ്മെന്റ് ഒന്നും ഇല്ലാതെ. ഇനി ബാക്കി വരുന്ന വി മൈനസ് വി സി എന്ന് പറയുന്ന പാർട്ട്, അതായത് മൊത്തം നമ്മുടെ സ്ട്രക്ചറിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ആയ വിയിൽ നിന്ന് ഒരു വിഹിതം വി സി കോൺക്രീറ്റ് റീഇൻഫോഴ്സ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ ബെയർ ചെയ്തെടുത്തു. ബാക്കി വരുന്ന പോർഷൻ ആയ വി മൈനസ് വി സിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. ഇത് ക്ലിയർ ആണോ? അപ്പൊ അത്രയും സ്ട്രെസ് ആണ്, അതായത് വി മൈനസ് വി സി ഷിയർ ഫോഴ്സ് ബെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ആണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നത്? ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, നമുക്കറിയാം നമ്മുടെ സ്ട്രക്ചറിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് വി ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചെയ്താൽ നമുക്ക് നോമിനൽ ഷിയർ സ്ട്രെസ് കിട്ടും. അതവിടെ നിന്നോട്ടെ. നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചറിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് വി ആണ്. നമ്മുടെ കോൺക്രീറ്റിന് കുറച്ച് ഷിയർ സ്ട്രെങ്ത് റീഇൻഫോഴ്സ്മെന്റ് ഇല്ലാതെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സിൽ നിന്നും എന്ത് കണ്ടുപിടിച്ചു? ഷിയർ ഫോഴ്സ് റെസിസ്റ്റഡ് ബൈ കോൺക്രീറ്റ്. അതായത് മൊത്തം വി ഷിയർ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ റീഇൻഫോഴ്സ്മെന്റ് ഇല്ലാതെ വി സി എന്ന് പറയുന്ന ഒരു വിഹിതം കോൺക്രീറ്റ് തന്നെ ബെയർ ചെയ്യും. അപ്പൊ വി മൈനസ് വി സി എന്ന് പറയുന്ന ഒരു പോർഷൻ മാത്രം നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ടോട്ടൽ വി ഉണ്ട്. വി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ബെയർ ചെയ്യുന്നത്? കോൺക്രീറ്റ് ബെയർ ചെയ്യും. വി മൈനസ് വി സി മാത്രം നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട്, അതായത് സ്റ്റിറപ്പിന്റെ രൂപത്തിൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് കൊടുക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് മൊത്തം നമ്മുടെ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് നമ്മുടെ സ്റ്റിറപ്പായിട്ട് കൊടുക്കേണ്ട വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? വി മൈനസ് വി സി. വി മൈനസ് വി സി മാത്രം റെസിസ്റ്റ് ചെയ്താൽ മതി. ഓർ ഞാൻ എഴുതുകയാണ് ടൗ വി. ടൗ വി ആണ് നമ്മുടെ മൊത്തമുള്ള ഷിയർ സ്ട്രെസ്. അതിൽ ടൗ സി ആരെടുത്തു? കോൺക്രീറ്റ് എടുത്തു. ഇൻറ്റു ബി ഇൻറ്റു ഡി. ഇത്രയുമാണ് നമ്മുടെ സ്റ്റിറപ്പുകൾ ബെയർ ചെയ്യേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല ഇതിനകത്ത്, സിമ്പിൾ കൺസെപ്റ്റ് മാത്രമല്ല, കൺസെപ്റ്റ് കിട്ടിയാൽ മതി. ഷിയർ ഫോഴ്സ് ഒരു സ്ട്രക്ചറിന്റെ മേലെ ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് കോൺക്രീറ്റിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാതെ കുറച്ച് ഭാഗം നമ്മുടെ കോൺക്രീറ്റ് എടുക്കും. അതാണ് വി സി. വി മൈനസ് വി സി, അതായത് മൊത്തമുള്ള ഷിയർ ഫോഴ്സിൽ കുറച്ച് ഭാഗം കോൺക്രീറ്റ് എടുത്തു, വി മൈനസ് വി സി. ആ ബാക്കി വരുന്ന വി മൈനസ് വി സി മാത്രം നമ്മൾ സ്റ്റിറപ്പിന്റെ രൂപത്തിൽ കൊടുത്ത് റെസിസ്റ്റ് ചെയ്താൽ മതി. അതാണ് നമുക്ക് വേണ്ട നെറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രെസ് ടേംസിൽ എഴുതുവാണെങ്കിൽ വി മൈനസ് വി സി എന്താക്കി മാറ്റും? നമ്മൾ ടൗ വി മൈനസ് ടൗ സി ഇൻറ്റു ബി ഡി എന്ന് എഴുതും. ഓക്കെ.
ഇനി അടുത്ത ഒരെണ്ണമുണ്ട് മാക്സിമം ഷിയർ സ്ട്രെസ് ഓഫ് കോൺക്രീറ്റ്, ടൗ സി മാക്സ് എന്ന് പറയും. അതായത് മാക്സിമം ഷിയർ സ്ട്രെസ് ടേബിൾ 20 ഓഫ് IS 456 stipulates the maximum shear stress of reinforced concrete in beams. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ IS 456ന്റെ ടേബിൾ 20 ആണ്, അതൊന്നും ചോദിക്കത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു കോൺക്രീറ്റിന് ഒരു ടൗ സി, ഒരു പർട്ടിക്കുലർ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, ഷിയർ സ്ട്രെസ് ടൗ സി ഉണ്ട്. അതിന്റെ മാക്സിമം ലിമിറ്റിനെയാണ് നമ്മൾ ടൗ സി മാക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടൗ സി നേരത്തെ പറഞ്ഞായിരുന്നു, ടൗ സി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ പെർസെൻറ്റേജ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, പക്ഷേ ടൗ സി മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം എന്താണ് ഷിയർ സ്ട്രെസ് ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരാളെ മാത്രമേ ഉള്ളൂ, ഡിഫറെന്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ്. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ ടൗ സി മാക്സ്. അപ്പൊ ഇത് രണ്ടും കൂടെ തിരിഞ്ഞു പോരുത്. ടൗ സി എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിനെയും അതുപോലെ തന്നെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ മാക്സിമം ഷിയർ സ്ട്രെസ് ആയ ടൗ സി മാക്സ് ഇൻ കോൺക്രീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൗ സി മാക്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെ മാത്രമാണ്? ടേബിൾ 20 പ്രകാരം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് മാത്രമാണ്. M20 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും, 20, 25, 30, 35, M40 എബവ് ആണ്. അപ്പൊ 2.8 ആണ് ആദ്യത്തത്, 3.1, 3.5, 3.74, ഏകദേശം 0.3 ആണ് പോകുന്നത്, മൊത്തം 0.3 അല്ല. 2.8ൽ നിന്ന് 3 കൂട്ടി 3.1 വന്നു, പിന്നെ ഒരു 0.4 ആണ് വരുന്നത്, പിന്നെ വീണ്ടും 2 വരും, പിന്നെ 0.3. ജസ്റ്റ് ഒരു സിമെട്രിക്കൽ നിങ്ങൾക്ക് ഒന്ന് പഠിച്ചാൽ എഴുതാൻ പറ്റും. അപ്പൊ ഇത് ഈ ടാബുലർ കോളം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാര്യം SSC ഒക്കെ എപ്പോഴും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് ടാബുലർ കോളം പഠിക്കുക. അപ്പൊ ഒരൊറ്റ കാര്യം ഓർക്കുക, ടൗ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഗ്രേഡിനെയും പെർസെൻറ്റേജ് സ്റ്റീലിനെയും. ടൗ സി മാക്സ് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. എന്നിട്ട് ഈ ടാബുലർ കോളം പഠിക്കാം. ഓക്കെ, ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ടൗ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ഷിയർ സ്ട്രെസ്, അതായത് നമ്മുടെ സ്ട്രക്ചറിന്റെ പുറത്ത് വരുന്ന ആവറേജ് ഷിയർ സ്ട്രെസ്. ഈ ടൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ടൗ സി മാക്സ്, അതായത് നമ്മുടെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റിനെ റെസിസ്റ്റ് ചെയ്യാവുന്ന മാക്സിമം ടൗ സിയെക്കാളും അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ്സിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് ബീം എന്ത് ചെയ്യണം? ബീം റിവൈസ് ചെയ്യണം. അപ്പൊ ആ ഒരു കാര്യം ഓർത്തു വെക്കുക. ഇഫ് ടൗ വി ഇസ് ഗ്രേറ്റർ ദാൻ ടൗ സി മാക്സ്, നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന മാക്സിമം എന്താണ് ഷിയർ സ്ട്രെസ് ഇൻ കോൺക്രീറ്റിനേക്കാളും ടൗ സി മാക്സിനേക്കാളും നമ്മുടെ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് കൂടുതലാണെങ്കിൽ ബീം എന്ത് ചെയ്യണം? നമ്മൾ റിവൈസ് ചെയ്യണം. ഓക്കെ, ഇനി നേരെ തിരിച്ചാണെങ്കിലോ ടൗ വി ലെസ് ദാൻ ടൗ സി മാക്സ്, അതായത് മാക്സിമം ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാളും കുറവാണെങ്കിൽ എന്താണ്? ഈ ഡിസൈൻ വാലിഡ് ആണ്, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം കൂടി ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. ടൗ വി ലെസ് ദാൻ ടൗ സി മാക്സ് ആണെങ്കിൽ ഓക്കെ ആണ്. ടൗ വി ഗ്രേറ്റർ ദാൻ ടൗ സി മാക്സ് ആണെങ്കിൽ ബീം റിവൈസ് ചെയ്യണം. ടൗ സി മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം സ്ട്രെസ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ, അപ്പൊ മാക്സിമത്തിൽ കൂടാൻ പാടില്ല എന്നുള്ള കാര്യം മാത്രം ഓർത്ത് വെക്കുക. ഈ ടേബിളും പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റിലേക്ക് വരികയാണ്. ഇതിനകത്ത് പറയുന്ന ഓരോ പോയിന്റും അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ടൗ വി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആവറേജ് ഷിയർ സ്ട്രെസ്. ടൗ വി ലെസ് ദാൻ ടൗ സി ആണ്, അതായത് ടൗ സി മാക്സുമായിട്ടല്ല നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നമ്മുടെ ആവറേജ് ഷിയർ സ്ട്രെസ് ആക്ടിങ് ഓൺ ദ സ്ട്രക്ചർ നമ്മുടെ ഷിയർ സ്ട്രെസ് ഓഫ് കോൺക്രീറ്റിനേക്കാളും കുറവാണ്. ടൗ വി ടൗ സിയെക്കാളും കുറവാണെങ്കിൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കണം. ആസ് പെർ ക്ലോസ് 40.3 ഓഫ് IS 456. ഈ ക്ലോസ് ഒന്നും പഠിക്കേണ്ട, ഈ പോയിന്റ് ആണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. ആദ്യത്തെ പോയിന്റ് എന്താണ് പറഞ്ഞാൽ നമ്മുടെ ആവറേജ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺക്രീറ്റിന്റെ ആവറേജ് ഷിയർ സ്ട്രെസ്സിനേക്കാളും കുറവാണെങ്കിൽ, ടൗ വി ലെസ് ദാൻ ടൗ സി ആണെങ്കിൽ എന്താണ്? നമ്മൾ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്താൽ മതി. ദ എമൗണ്ട് ഓഫ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പൊ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ഏത് കേസിലാണ് കൊടുക്കുന്നത്? ടൗ വി ഇസ് ലെസ് ദാൻ ടൗ സി. ടൗ വി എന്ന് പറയുന്നത് കോൺക്രീറ്റിന്റെ ഷിയർ സ്ട്രെസ്സിനേക്കാളും കുറയുന്ന കേസിലാണ് നമ്മൾ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. ഇനി നമുക്ക് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റിന്റെ കണ്ടീഷൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്താണ്? ടൗ വി നമ്മുടെ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്ന കോൺക്രീറ്റിന്റെ ഷിയർ സ്ട്രെസ്സിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? മിനിമം റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. ഇനി അതല്ല നമ്മുടെ ടൗ വി ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് നമ്മുടെ കോൺക്രീറ്റിന്റെ ഷിയർ സ്ട്രെസ്സിന്റെ പകുതിയേക്കാളും കുറവാണ്, ഇറ്റ്സ് ലെസ് ദാൻ 0.5 ടൗ സി ആണെങ്കിൽ നോ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഇസ് റിക്വയർഡ്. മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ്
കൊടുക്കണ്ട. ഓക്കെ, അപ്പൊ ഇനി ആദ്യത്തെ കേസായ ടൗ വി ലെസ് ദാൻ ടൗ സി, അതായത് ടൗ വി എന്ന് പറയും നമ്മുടെ ഷിയർ സ്ട്രെസ്, ആവറേജ് ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് ടൗ സിയെക്കാളും കുറവായി വരുന്ന കേസിൽ നമ്മൾ മിനിമം ഷിയർ റീൻഫോഴ്സ്മെന്റ് ഇൻ ഫോംസ് ഓഫ് സ്റ്റിറപ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഷുഡ് ബി പ്രൊവൈഡഡ് സച്ച് ദാറ്റ്, എന്താണ് ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത്? ആസ് പെർ കോഡൽ പ്രൊവിഷൻ ASV ഡിവൈഡഡ് ബൈ BSV ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.4/0.87 FI. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മിനിമം ഷിയർ റീൻഫോഴ്സ്മെന്റ് ഇൻ ഫോം ഓഫ് സിറപ്സ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ ടേംസും എന്താന്ന് നോക്കാം. എന്താണ് ആദ്യത്തത്? ASV ആണ്. ASV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സ്റ്റിറപ്പ്, സ്റ്റിറപ്പിനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. സ്റ്റിറപ്പ് ലെഗ്സ് എഫക്റ്റീവ് ഇൻ ഷിയർ, അതായത് ഷിയർ റെസിസ്റ്റ് ചെയ്യാൻ എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റിറപ്പ് ലെഗിന്റെ ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് ASV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സ്റ്റിറപ്പ് ലെഗ്സ് എഫക്റ്റീവ് ഇൻ ഷിയർ ആണ് ASV എന്ന് പറയുന്നത്. ഇനി അടുത്ത ബി എന്തായിരിക്കും? ബ്രെഡ്ത്ത് ഓഫ് ദ ബീം. നമ്മുടെ ബീമിന്റെ ബ്രെഡ്ത്ത് ആണ് എന്ത്? ബി എന്ന് പറയുന്നത്, ബ്രെഡ്ത്ത് ഓഫ് ദ ബീം. നോർമൽ ബീം ആണെങ്കിൽ നമുക്ക് ബ്രെഡ്ത്ത് ഓഫ് ദ ബീം എന്ന് പറയാം. ഇനി അഥവാ ഫ്ലാഞ്ച്ഡ് ബീം ആണെങ്കിൽ, ഫ്ലാഞ്ച്ഡ് ബീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഫ്ലാഞ്ച്ഡ് ബീം എന്ന് പറഞ്ഞാൽ. ഫ്ലാഞ്ച് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ബി എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ വെബ് ആയിരിക്കും. ഓക്കെ, സോറി, ബ്രെഡ്ത്ത് ഓഫ് ദ വെബ് ആയിരിക്കും. വെബിന്റെ ഇതാണല്ലോ വെബ്, നമ്മുടെ വെബിന്റെ ബ്രെഡ്ത്ത് ആണ് സ്മോൾ ബി ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നോർമൽ കേസിൽ ബ്രെഡ്ത്ത് ഓഫ് ദ ബീമും ഫ്ലാഞ്ച്ഡ് ബീം വന്നു കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് ഓഫ് ദ വെബുമാണ് ബി ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ടേം എന്ന് പറഞ്ഞാൽ SV. SV എന്ന് പറഞ്ഞാൽ സ്റ്റിറപ്പ് സ്പേസിങ്. നമ്മൾ സ്റ്റിറപ്പ് കൊടുക്കുമല്ലോ, ആ സ്റ്റിറപ്പിന്റെ സ്പേസിങ് ആണ് along the length of the member. മെമ്പറിന്റെ ലെങ്ത്തിന്റെ ഡയറക്ഷനിലുള്ള along the length of the member കേട്ടോ, ലെങ്ത് ഓഫ് ദ മെമ്പറിന്റെ ലെങ്ത്തിൽ along ആയിട്ടുള്ള സ്റ്റിറപ്പിന്റെ സ്പേസിംഗ് ആണ് SV എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ FY ആണ്. FY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് ദ സ്റ്റിറപ്പ് ആണ്. സ്റ്റിറപ്പ് റീൻഫോഴ്സ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ് FY എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 415 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. 415 ന്യൂട്ടൺ പെർ mm സ്ക്വയറിനേക്കാളും കൂടാനും പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ മിനിമം ഷിയർ റീൻഫോഴ്സ്മെന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടൗ വി ലെസ് ദാൻ ടൗ സി വരുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യേണ്ടത്? മിനിമം ഷിയർ റീൻഫോഴ്സ്മെന്റ് കൊടുക്കുക. ഇനി രണ്ടാമത്തെ കേസായ ടൗ വി ലെസ് ദാൻ 0.5 ടൗ സി ആണെങ്കിൽ നമുക്ക് മിനിമം ഷിയർ റീൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. മിനിമം ഷിയർ റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സിറപ്പിന്റെ രീതിയിൽ സിറപ്പായിട്ട് കൊടുക്കണം. സിറപ്പായിട്ട് കൊടുക്കേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ASV by BSV should be greater than or equal to 0.4/0.87 FY. ASV എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സിറപ്പ് ലെഗ്സ് എഫക്റ്റീവ് ഇൻ ഷിയർ ആണ്. B breadth of the beam. ഇനി ഫ്ലാഞ്ച്ഡ് ആണെങ്കിൽ breadth of the web ആണ്. FY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SV എന്ന് പറഞ്ഞാൽ സ്റ്റിറപ്പ് സ്പേസിംഗ് along the length of the member ആണ്. FY എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് ദ സ്റ്റിറപ്പ് റീൻഫോഴ്സ്മെന്റ്, അത് 450 ന്യൂട്ടൺ പെർ mm സ്ക്വയറിനേക്കാളും കൂടാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞ മിനിമം റീൻഫോഴ്സ്മെന്റ് സ്പേസിംഗ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയെങ്കിലും ഒക്കെ മാർക്ക് ചെയ്ത് എവിടെങ്കിലും വെച്ചോളൂ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലോസ് 26.5.1.5 of IS 456 stipulates that the maximum spacing of shear reinforcement measured along the axis of the member shall not be more than 0.7 D for vertical stirrups. Vertical stirrups ആണ് കേട്ടോ. Vertical stirrups ആണെങ്കിൽ spacing along the axis of the member എത്രയിൽ കൂടാൻ പാടില്ല? 0.75 D, where D is the effective depth, and D for inclined stirrups at 45 degree. Vertical stirrups ന് 0.75 D യും inclined stirrups at 45 degree ക്ക് small d, where D is the effective depth ആണ്. And however the spacing shall not exceed 300 mm in any case. Very very important. കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്. സ്പേസിംഗ് എന്തിൽ കൂടാൻ പാടില്ല? 300 mm കൂടാൻ പാടില്ല. അപ്പൊ ഇതാണ് സ്പേസിംഗിന്റെ ക്ലോസുകൾ. നമുക്ക് ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ എത്ര ആയിരിക്കണം? 0.75 D ഇൻ കേസ് ഓഫ് വെർട്ടിക്കൽ സ്റ്റിറപ്പ്. ഇനി ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഈക്വൽ ടു സ്മോൾ d ഇൻ കേസ് ഓഫ് ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ് അറ്റ് 45 ഡിഗ്രി. ആൻഡ് ഇൻ എനി കേസ് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് എന്താണ്? 300 mm
കൂടാൻ പാടില്ല. ഈ 3 കേസും സ്പേസിങ്ങിന്റെ കാര്യത്തിൽ ഓർത്തു വെക്കുക കേട്ടോ. സ്പേസിങ്ങിന്റെ നമ്മൾ മുന്നത്തെ പറഞ്ഞ സ്ലൈഡാണ്. അത്രയും വലിയ സ്റ്റേറ്റ്മെന്റ് ഒന്നും കണ്ട് പേടിക്കേണ്ട. എന്താണ്, വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആണെങ്കിൽ IS കോഡ് പ്രകാരം 0.75 DA കാണും, കൂടാൻ പാടില്ല. ഷൽ നോട്ട് ബി മോർ ദാൻ 0.75 D ഫോർ വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആൻഡ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ എന്തിനേക്കാളും കൂടാൻ പാടില്ല, DA-ക്കാളും കൂടാൻ പാടില്ല. where D is the effective depth for inclined stirrup at 45 degree. and ഇനി ഒരു കേസിലും എത്രയിൽ കൂടാൻ പാടില്ല, 300 mm കൂടാൻ പാടില്ല. എന്താണ് സ്റ്റിറപ്പിന്റെ സ്പേസിംഗ്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ആണ്. അത് പറയുന്ന ക്ലോസ് എന്ന് പറഞ്ഞാൽ 40.4 of IS 456 ആണ്. where tau v is more than tau c, given shear reinforcement can be provided in any of the 3 forms. അതായത് നമ്മുടെ tau v എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, tau v less than tau c വരുമ്പോൾ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. ഇനി tau v greater than tau c വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യണം. അങ്ങനെ നമ്മൾ 3 രീതിയിലാണ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. ഒന്ന് വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആയിട്ട്, രണ്ടാമത്തെ ബെൻഡ് അപ്പ് ബാസ് അലോങ് വിത്ത് സ്റ്റിറപ്പ്, സ്റ്റിറപ്പിന്റെ കൂടെ തന്നെ എന്തുകൂടെ കൊടുക്കും, ബെൻഡ് അപ്പ് ബാസ് ആയിട്ട് കൊടുക്കും. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ്. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. ഏത് കണ്ടീഷനിലാണ്, tau v ഗ്രേറ്റർ ദാൻ tau c വരുന്ന കേസിൽ. tau v ഗ്രേറ്റർ ദാൻ tau c, അതായത് നമ്മൾ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് tau c-യേക്കാളും കൂടുതൽ വരുന്ന കേസിൽ നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് 3 ആയിട്ട് കൊടുക്കും. ഒന്ന് വെർട്ടിക്കൽ സ്റ്റിറപ്പ്, രണ്ടാമത്തെ ബെൻഡ് അപ്പ് ബാസ് അലോങ് വിത്ത് സ്റ്റിറപ്പ്, മൂന്നാമത്തെ ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ്. ഇനി ഇത് മൂന്നൂടെ നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആണ്. വെർട്ടിക്കൽ സ്റ്റിറപ്സ് നമ്മൾ കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് അറിയാലോ, നമ്മൾ ഫസ്റ്റ് കേസിൽ നമുക്ക് വെർട്ടിക്കൽ സ്റ്റിറപ്പായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ആ ഡെറിവേഷൻ രീതിയിലൊന്നും വേണ്ട നിങ്ങൾക്ക്. ലിമിറ്റ് സ്റ്റേറ്റ് പ്രകാരം SV is equal to ഷിയർ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് 0.87 FY ASV D divided by VS. ഇത് പ്രകാരമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, വെർട്ടിക്കൽ സ്റ്റിറപ്സ്. അപ്പൊ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ എല്ലാം പറഞ്ഞതാണ്. SV എന്താണെന്നും FY എന്താണെന്നും ASV എന്താണെന്നും D എന്താണെന്നും VS എന്താണെന്നും ഒക്കെ പറഞ്ഞാണ്. അപ്പൊ വെർട്ടിക്കൽ സ്റ്റിറപ്സ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഇക്വേഷൻ പ്രകാരമാണ് 0.87 FY ASV into D divided by VS. ഓക്കെ, അപ്പൊ ഇത്രയും ഓർത്താൽ മതി. 0.87 FY ഓർക്കാൻ എളുപ്പമാണ്. സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്തു, ASV D by VS. അതാണ് നമ്മുടെ SV എന്ന് പറയുന്നത്, വെർട്ടിക്കൽ സ്റ്റിറപ്പിന്റെ ഫോം. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞല്ലോ, ഇൻക്ലൈൻഡ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് സ്റ്റിറപ്പായിട്ട് നമുക്ക് കൊടുക്കാവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷൻ തന്നെയാണ്. 0.87 FY ASV D by SV, അത് സെയിം ആണ്. ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ എന്നും കൂടെ വരും. ഇതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. നേരത്തെ നമ്മുടെ വെർട്ടിക്കൽ സ്റ്റിറപ്പിന്റെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇൻക്ലൈൻഡ് ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ ബെൻഡ് അപ്പ് ബാസ് ആണ്. ബെൻഡ് അപ്പ് ബാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ബാർ തന്നെയാണ്. അത് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് മെയിൻ ബാറിനെ ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കും. ആ ബെൻഡ് ജനറലി നമ്മൾ കൊടുക്കുന്ന ബെൻഡ് എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആണ് കൊടുക്കുന്നത്. അപ്പൊ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ബാറിനെ തന്നെ ബെൻഡ് ചെയ്ത് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ബാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബെൻഡ് അപ്പ് ബാസ് എന്ന് പറയുന്നത്. ഇനി ബെൻഡ് അപ്പ് ബാസിന് ഒരു കണ്ടീഷൻ ഉണ്ട്, അത് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. മിക്കവാറും ഒക്കെ നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബെൻഡ് അപ്പ് ബാസിന്റെ കേസിൽ. അതൊന്ന് നമുക്ക് നോക്കാം. അപ്പം ബെൻഡ് അപ്പ് ബാസിന്റെ ഇക്വേഷൻ ഇതാണ്. VUS is equal to 0.87 FY ASV SV sin alpha. ഈ ഇക്വേഷൻ ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ബെൻഡ് അപ്പ് ബാർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റണം. നമ്മുടെ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ബാർ തന്നെ നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബെൻഡ് അപ്പ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒന്നൊരു ഫിഗർ വരച്ചിട്ട് ഞാനൊരു കാര്യം കൂടി, ജസ്റ്റ് സപ്പോർട്ടിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാം. ഇതാണ് നമ്മുടെ സ്ട്രക്ചറിൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ റീഇൻഫോഴ്സ്മെന്റ് ഇത്രയും രണ്ട് ഭാഗത്തും കൊടുത്തു. ഇനി ഇവിടെ നിന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതേപോലെ. ഓക്കെ, അതുപോലെ ഈ എൻഡും ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് ബെൻഡ് അപ്പ് ബാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഫിഗർ വരച്ച എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെൻഡ് അപ്പ് ബാസ് cannot be provided
should not be provided അല്ലെ should not be used beyond L/4 distance from each support. അതായത് ഈ സപ്പോർട്ടിൽ നിന്നും L/4 ഡിസ്റ്റൻസിൽ കൂടുതൽ ആയിട്ട് നമുക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ബെൻഡ് ഓഫ് ബാർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഈ L/4 എന്നുള്ള വാല്യൂ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? they should not be used beyond L/4 distance from each support. L/4 distance from each support. ഓരോ സപ്പോർട്ടിൽ നിന്നും L/4 ഡിസ്റ്റൻസിൽ കൂടുതൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ബെൻഡ് അപ്പ് ബാർസ് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. they should not be used beyond L/4 distance from the support. സപ്പോർട്ടിൽ നിന്ന് L/4 ഡിസ്റ്റൻസിൽ കൂടുതൽ ആരും ഉപയോഗിക്കാൻ പാടില്ല? നമ്മുടെ ബെൻഡ് അപ്പ് ബാർസിനെ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ബെൻഡ് അപ്പ് ബാർസ്. ബെൻഡ് അപ്പ് ബാർസിന്റെ ഇക്വേഷൻ ഓർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 0.87 നേരത്തെ കണക്ക് തന്നെയാണ്. 0.87 FY ASV ഇൻറ്റു ഡി പറഞ്ഞ സ്ഥലത്ത് ഇവിടെ എന്താണ്? എസ് വി ഇൻറ്റു സൈൻ ആൽഫ. ഒരു ഡിഫറൻസ് ഉള്ളൂ. ഇത് ജസ്റ്റ് ഇത്ര അറിഞ്ഞാൽ മതി. ബെൻഡ് അപ്പ് ബാർസ് എന്ന് പറഞ്ഞാൽ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് തന്നെയാണ്. നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുക്കും. നോർമലി 45 ഡിഗ്രി ആണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഫോർ എ സിംഗിൾ ബാർ ഓർ സിംഗിൾ ഗ്രൂപ്പ് ഓഫ് പാരലൽ ബാർ ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇക്വേഷൻ ജസ്റ്റ് ഓർത്ത് നോക്കാം. പിന്നെ ഈ ഒരു കാര്യം ഓർത്ത് നോക്കാം. ബെൻഡ് അപ്പ് ബാർ ഷുഡ് നോട്ട് ബി യൂസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് നോട്ട് ഗ്രേറ്റർ ദാൻ L/4 ഡിസ്റ്റൻസ് ഫ്രം ഈച്ച് സപ്പോർട്ട്. സപ്പോർട്ടിൽ നിന്ന് L/4 ഡിസ്റ്റൻസിൽ കൂടുതൽ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? നമ്മുടെ ബെൻഡ് അപ്പ് ബാർസ് ഉപയോഗിക്കാൻ പാടില്ല. L/4 എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 3 ടൈപ്പ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന. വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ വെർട്ടിക്കൽ സ്റ്റിറപ്പ് പറഞ്ഞു, ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ് പറഞ്ഞു, അതുപോലെ തന്നെ ബെൻഡ് അപ്പ് ബാർസ് പറഞ്ഞു. അപ്പൊ ഇത്രയുമാണ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് അത് നമ്മൾ കോഡൽ പ്രൊവിഷൻ ആയിട്ട് പറഞ്ഞത്. എസ്പെഷ്യലി ആ സ്പേസിംഗ് നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ ബെൻഡ് അപ്പ് ബാർ എൻഡിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് കൊടുക്കുന്നു അത് ഓർത്ത് വെക്കുക. ടൗസി മാക്സിന്റെ വാല്യൂ ആസ് പെർ IS 456 പഠിക്കുക. പിന്നെ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഏതൊക്കെ കണ്ടീഷനിൽ കൊടുക്കും ആ ഇക്വേഷനും പഠിക്കുക. ഇത്രയുമാണ് ഇതിനകത്ത് കൂടുതലായി ചോദിച്ചു കണ്ടിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇനി ഒരു വീഡിയോയിൽ ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ബോണ്ട് സ്ട്രെങ്ത്തും അതുപോലെ തന്നെ നമ്മുടെ ഡെവലപ്മെന്റ് ലെങ്ത് അങ്ങനത്തെ ടോപ്പിക്കും കൂടെ കഴിഞ്ഞിട്ട് ടോർഷനും കൂടി ഇതിനകത്ത് കവർ ചെയ്തതിനു ശേഷം ഇത്രയും കൂടെ കവർ ചെയ്ത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.